നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസവും പരിശീലന രീതിയും ആ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്നത്തെ കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ പണ്ട് നമുക്ക് കളരി, അത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. അവർ വായിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്കും അറിയാൻ പാടുണ്ടോയെന്ന് അറിയത്തില്ല. പണ്ട് കളരിയായിരുന്നു. കളരിയിലെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന നേഴ്സറി, LKG, UKG, പ്ലെയിൻ സ്കൂൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തോട്ടില്ലേ, നമ്മുടെ തോട്, ഇവിടെ എല്ലാ വീടിൻ്റെ മുമ്പിലൊക്കെ ചെറിയ തോടുകളുണ്ടാവും. തോടിൽ കൊണ്ടുപോയിട്ട് ചെറിയ പഞ്ചസാര മടലെടുത്ത് ചെറിയ മണൽ അരിച്ചെടുത്ത് അത് ഉണക്കി അതൊരു കിഴിക്കകത്താക്കിയിട്ട് നമ്മൾ ആശാങ്കളരി പോവും. ആശാങ്കളരി, അപ്പം ഇത് കേൾക്കുന്ന കുറേ ആളുകൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലർക്ക് ഇത് പുതുമയായിട്ട് തോന്നും, ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അത്രയൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ആശാങ്കളരി പോവും. അപ്പോൾ ഒരു ആശാനുണ്ടാവും, ഒരു ഏരിയയിൽ ഒരു ആശാനുണ്ടാവും. അപ്പോൾ ആശാങ്കളരി പോവും. അപ്പോൾ ആശാങ്കളി ചെല്ലുമ്പോൾ നമ്മൾ 10-12 പിള്ളേരുണ്ടാവും. ഒരു തറ, അതായത് ചാണകം, പശുവിൻ്റെ ചാണകം മെഴുകിയ തറയായിരിക്കും. ആ തറയിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് ഈ കിഴിക്കകത്തുള്ള ഈ പൊടി പഞ്ചസാര മണൽ ഇടണം. എന്നിട്ട് നമ്മളെ കൊണ്ട് ഓരോന്ന് എഴുതി പഠിപ്പിക്കുകയാണ്. അപ്പം ആദ്യം പറയും, ഹരിശ്രീ ഗണപതായ നമഃ, അങ്ങനെ പറഞ്ഞ അങ്ങനെ പറയും, നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് ഇത് പിന്നെ എഴുത്താൻ കയ്യെ പിടിച്ച് എഴുതിക്കും. അപ്പോൾ ഈ കയ്യെ പിടിച്ച് എഴുതിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മണലിലാണ് ഈ കയ്യെ പിടിച്ച് എഴുതിക്കുന്നത്. ചെറിയ വിരൽ, ചൂണ്ടുവിരൽ ചിലപ്പോൾ വേദന എടുക്കും. അപ്പോൾ ഇത് വേദന എടുക്കുമ്പോൾ നമുക്ക് എന്നുള്ളത് തന്നെ ഓർമ്മ വരും. വേദനിക്കുമ്പോഴാണല്ലോ മറക്കാണ്ടിരിക്കുന്നത്, അല്ലേ? ഏത് സംഭവമാണെങ്കിലും. അപ്പോൾ നമുക്ക് എന്ന് ഓർമ്മ വരും. അപ്പം നമ്മൾ ഈ എന്ന് പഠിക്കും. അതൊന്നും നമ്മളിപ്പം മറക്കില്ല. എന്നാൽ നമ്മൾ നമ്മുടെ പ്രായം കൂടുന്തോറും ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ വന്ന് വാർത്തയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. പക്ഷേ ആശാങ്കളരി പഠിച്ച നമ്മൾ മറക്കില്ല. എന്താ കാര്യം? അത് വേദനിച്ച് പഠിച്ചതാ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇന്ന് പ്ലേ സ്കൂള്, പല പ്ലേ സ്കൂള്, LKG, UKG, അങ്ങനെ പല ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും കറക്റ്റായിട്ടത് പേരല്ലാണ്ട് കറക്റ്റായിട്ടത് പ്രാബല്യത്തിൽ ശരിക്കും പഠിപ്പിക്കുന്നുണ്ടോ? എന്താണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്? കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്? അതിന് കറക്റ്റായിട്ട് ട്രെയിൻഡ് അധ്യാപകർ, മാനസിക ബലഹീനതയില്ലാത്ത അധ്യാപകർ, വിശ്വാസ്യതയുള്ള അധ്യാപകർ, ക്ഷമയുള്ള അധ്യാപകർ, ഇങ്ങനെയൊക്കെയുള്ള പല കാലഘട്ടത്തിലുള്ള പണ്ടത്തെ രീതിയിലുള്ളൊക്കെയാണ് ഇന്ന് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലാണ് അവർ മൊബൈൽ ഫോൺ എടുക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ ഈ വീടിൻ്റെ മുറ്റത്ത് പുല്ല് കിളിക്കുമ്പം ആ പുല്ല് പറിക്കാൻ വേണ്ടി ഹിന്ദിക്കാരുണ്ട്. അതായത് നമ്മളിവിടെ പറഞ്ഞ് പഠിപ്പിച്ചേക്കണ അതിഥി തൊഴിലാളികൾ, അതായത് ഗസ്റ്റ് ലേബേഴ്സ്, അവർ വരും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് അവരുടെ ഫോൺ സംഭാഷണം സ്റ്റാർട്ട് ചെയ്യണത്. അവൻ്റെ പണി തീരുന്നിടം വരെ അവൻ ഫോണിൽ, അത് കംപ്ലീറ്റ് ചാർജും തീർന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കുത്തി വെക്കും. പിന്നെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരുടെ സംഭാഷണം അവൻ്റെ പണി സമയത്താണ്. അപ്പം ഒരു 4 മണിക്കൂർ പണിയുള്ള ഒരു ചെറിയ വീടിൻ്റെ മുറ്റം അത് 1.5 ദിവസം കൂടെ തീർക്കുള്ളൂ. തച്ച നമുക്കിപ്പോൾ പറയാമോ? പറയത്തില്ലല്ലോ. നമുക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത തച്ച ഇപ്പം 1100 രൂപയാണ് ഒരു മുറ്റത്ത് ഇപ്പം ഒരു പുല്ലെടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും മാറി അറേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനും വന്ന ഒരു അതിഥി തൊഴിലാളിയുടെ വേതനം. അത് പോട്ടെ, അത് വേറെ സബ്ജക്റ്റ് നമുക്ക് പറയാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ലൊരു പൗരന്മാരാക്കി ട്രെയിൻ ചെയ്യണമെങ്കിൽ, ഒരു ഉദാഹരണത്തിന് 4 വയസ്സ് വരെ നമുക്കവരെ മിസ്ലേനിയസ്, അതായത് വളരെ പ്രാധാന്യമുള്ള പലവിധ രീതിയിലുള്ള കളികളും സംസാരങ്ങളും പിന്നെ ഹാസ്യങ്ങളും തമാശകളും എല്ലാം പഠിപ്പിച്ച് നമുക്ക് അവരെ റെഡിയാക്കി എടുക്കാം. പല കാര്യങ്ങളും ബേസിക് ആയിട്ടൊക്കെ ഉള്ള
അതായത് 4 ക്ലാസ് വരെ പല ക്ലാസ്സും അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരെ പല ബേസിക് ഐഡിയാസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം അവർക്ക് ഏതാണ് അഭിരുചി. ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ മുമ്പിലേക്ക് ഒരു കാറിൻ്റെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് ചിലരെടുത്ത് എറിയും, ചിലവന്മാരത് പതുക്കെ അഴിക്കാൻ നോക്കും, അല്ലേ? ചിലർ ഒരു പേപ്പർ എടുത്തിട്ട് പടം വരയ്ക്കാൻ നോക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള ക്ഷമയുള്ള അധ്യാപകർ കുഞ്ഞുങ്ങളെ വാച്ച് ചെയ്യണം. എന്നിട്ട് 5ാം ക്ലാസ് കഴിയുമ്പോൾ 5ാം ക്ലാസ്സിൽ വെച്ച് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പാഠ്യപദ്ധതിയിൽ പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങണം. അല്ലാണ്ട് നമ്മുടെ കെമിസ്ട്രി പ്രാക്ടിക്കലും അങ്ങനെ പ്രാക്ടിക്കലാണെന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കൽ എന്തെങ്കിലും ചെയ്യുക കുട്ടികൾ. ഇപ്പോൾ പല രീതിയിലുള്ളൊരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ചുമ്മാ കാറായിരിക്കും, അത് അഴിപ്പിക്കുക, അത് അസംബ്ലി ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒരു ഒരു വീടിൻ്റെ സംഭവമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രാക്ടിക്കൽ ക്ലാസ് പോലെ തുടങ്ങി വയ്ക്കുക. അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ നമുക്ക് പല കമ്പനികളുണ്ട്. അപ്പോൾ ഈ 5 വയസ്സ് തൊട്ട് നമ്മൾ അവർക്കൊരു പിക്നിക് പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം. പണ്ടൊക്കെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും റബ്ബർ ഉണ്ടാക്കുന്ന ഷീറ്റ് ഉണ്ടാക്കുന്ന കടയിലൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രാവശ്യമൊക്കെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ അടിച്ചുപൊളിയാണല്ലോ വണ്ടിയിൽ, അതല്ല വേണ്ടത് ടെക്നിക്കലായിട്ട്. അപ്പം നമ്മൾ അവരെ ശ്രദ്ധിക്കുകയും അവരിലുള്ള അഭിരുചിയെ തുറന്നു കാട്ടാൻ മനസ്ഥിതിയുള്ള അധ്യാപകർ അവരെ തുറന്നത് കാണിച്ചുകൊണ്ട് രക്ഷകർത്താക്കളുമായിട്ട് സംസാരിച്ച് കുട്ടി, അധ്യാപകർ ഇവർ 3ഉം കൂടിയുള്ള ഒരു യൂണിറ്റിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സന്തോഷപരമായ ആരോഗ്യപരമായ ഒരു സ്കൂൾ അന്തരീക്ഷം, ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സന്തോഷകരമായ വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടായിക്കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവർക്ക് മറ്റുള്ളവരെന്ത് പറയാനുള്ളൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് എല്ലാം വന്നു കഴിയുമ്പോൾ ഇന്നത്തെ പോലെയുള്ള ഈ നാർക്കോട്ടിക്സ് പ്രസ്ഥാനത്തിലേക്ക് അവർ തിരിയാതെ സ്വന്തം കർമ്മത്തിലേക്ക് അവർ തിരിയുകയും ഭാവിയിൽ നല്ലൊരു പൗരന്മാരെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ 35 വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പല രീതിയിലുള്ള ജോലികൾ സംബന്ധമായ കാര്യങ്ങൾ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഇൻട്രാക്ഷൻസ്, അവിടെ കുടുംബവിശേഷങ്ങളും മനസ്സിലാക്കിയപ്പോൾ ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ എടുക്കണം, ചീത്ത നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്ത് ചില നല്ല കാര്യങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് കോമ്പറ്റീഷൻ ഫീൽഡ് ആയതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞതാണ്. ഇനിയും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അഭിപ്രായങ്ങളും അതിൻ്റെ മറുപടിയും തരുന്നതാണ്. ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.